ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12ലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരെയാണ് പഠിച്ചു നിർത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്താണ്, ഫസ്റ്റ് ഡിഗ്രി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് അതിലൊന്നാമത്തെ ടൈപ്പാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഫോം. അപ്പോൾ അത് നമുക്ക് തരുന്ന രീതി എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ ഫോർമാറ്റിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക, എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ജി ഓഫ് വൈ ഡി വൈ ഈക്വൽ ടു 0, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഡി വൈ. ഇങ്ങനെയും നമുക്ക് തരാം. ഈ രണ്ട് ഫോർമാറ്റിൽ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഫോർമാറ്റിലോട്ട് മാറ്റി വേണം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ് ടേംസ് എല്ലാം ഒരു സൈഡിലാക്കണം, വൈ ടേംസ് എല്ലാം ഒരു സൈഡിലാക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ലാസ്റ്റ് വരുന്നത് ആർബിട്രറി കോൺസ്റ്റന്റ് ആയ സി ആയിരിക്കും. ഓക്കെ, സിമ്പിളാണ് ഈ മെത്തേഡ്, വലിയ പാടൊന്നുമില്ല. ഇത്രയും മാത്രം ഓർത്താൽ മതി. വേരിയബിൾ സെപ്പറബിൾ, വേരിയബിളിനെ സെപ്പറേറ്റ് ആക്കുക എന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എക്സിന് ഒരു സൈഡിലാക്കുക, വൈന് ഒരു സൈഡ്. ചിലപ്പോൾ നമുക്കിത് കമ്പൈൻ ചെയ്തായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന് രണ്ടിനെയും ഇതുപോലെ എക്സ് ടേംസ് ഒക്കെ വരുന്നത് ഒരു സൈഡിൽ, വൈ ടേംസ് ഒക്കെ വരുന്ന ഒരു സൈഡിലാക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അത് കിട്ടുന്നതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണിത്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 + y² / 1 + x². ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോം ആയതുകൊണ്ട് നമുക്ക് ഇതിനെന്താ, എക്സ് വരുന്നതിനെല്ലാം ഒരുമിച്ചും വൈ വരുന്നതിനെല്ലാം ഒരുമിച്ചും ഒരു സൈഡിലോട്ട് ആക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ്, അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഡി എക്സിനെ നമുക്ക് ഇങ്ങോട്ടും ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 1 + y² നമുക്ക് ഇപ്പുറത്തോട്ടും എടുക്കാനല്ലേ സാധിക്കുള്ളൂ. ഓക്കെ, ഈ ഡി വൈന് ഇപ്പുറത്തോട്ട് എടുത്താൽ അത് 1 + y² ബൈ ഡി വൈ എന്ന് വരും. അങ്ങനെ ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വരും. ഡി എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ തന്നെ വരണം. അപ്പോൾ ഈ ഡി എക്സ് ന്യൂമറേറ്ററിലോട്ട് വരണമെങ്കിൽ ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ അപ്പം ഡി എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പം എക്സ് ടേമായ 1 + x² ഇവിടെ ഉണ്ടാവണം. ഇനി വൈ ടേംസ് എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റണ്ടേ. അപ്പോൾ ഈ 1 + y² നേരെ നമ്മൾ ഇപ്പുറത്തേക്കും മാറ്റുവാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയായിട്ടായിരിക്കും വരുന്നത്, 1/1 + y² dy ഈക്വൽ ടു 1/1 + x² dx. കണ്ടോ, വൈ ടേംസ് എല്ലാം ഒരു സൈഡിലാക്കി, എക്സ് ടേംസ് എല്ലാം ഒരു സൈഡിലാക്കി. കാരണം ഈ ഡി എക്സ് എന്ന്, അതായത് നമ്മുടെ ഡെറിവേറ്റീവ്, ഈ സാധനം ഡിനോമിനേറ്ററിൽ നിന്ന് മാറ്റണം, ന്യൂമറേറ്ററിലോട്ട് ആക്കിയാലേ നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ കിടന്ന ഡി എക്സിന് ഇപ്പുറത്തോട്ടും, അപ്പോൾ ഈ ന്യൂമറേറ്ററിലുള്ള 1 + y² ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ വൈ ടേംസ് ഒക്കെ ഒരു സൈഡിലാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ഇൻറ്റഗ്രൽ 1/1 + y² dy ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1/1 + x² dx. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണിത്. അതായത് 1/1 + x² എന്നുള്ളത് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമുക്കറിയാം, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 + x². അപ്പോൾ നേരെ റിവേഴ്സ്, 1/1 + x²ൻ്റെ ഇൻറ്റഗ്രൽ എന്തായിരിക്കും, ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ 1/1 + y²ൻ്റെ ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്, ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. കണ്ടോ, ഇതിൻ്റെ ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് വൈ, ഇതിൻ്റെ ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ അല്ലേ. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താകും, ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു, ഈ സീനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് സി എന്ന് എഴുതിയേക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അതിനെ ടാൻ ഇൻവേഴ്സ് സി എന്ന് എഴുതി. ഓക്കെ, ഇനി ഇത് ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, ഇത് നമ്മളൊരു റിസൾട്ടായിട്ട് പഠിച്ചിട്ടുള്ള ടാൻ ഇൻവേഴ്സ് എ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി സി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ മൈനസ് ബി ബൈ 1 + ab എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു റിസൾട്ടായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഫോർമാറ്റിലോട്ട് നമ്മൾ ഇതിനെ മാറ്റുവാണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ മൈനസ് എക്സ് ബൈ 1 + വൈ എക്സ്. ഓക്കെ, നമ്മളത് +1 പഠിച്ച് മാറ്റിയിട്ടുള്ളൊരു റിസൾട്ടാണ് ഈ ടാൻ ഇൻവേഴ്സ് സി എന്നുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ എഴുതുവാണ്. ഓക്കെ, ഈ റിസൾട്ട് നമ്മൾ +1 പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ളത് എന്താ, ടാൻ ഇൻവേഴ്സ് എന്താ, എക്സ് മൈനസ് വൈ ബൈ 1 + xy എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഇനി നോക്കിക്കേ, ഈ രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള ടാൻ ഇൻവേഴ്സ് ക്യാൻസലാക്കി കളഞ്ഞാൽ ബാക്കി എന്തായിരിക്കും അവിടെ ഉണ്ടാക്കുക, ഇവിടുത്തെ ടാൻ ഇൻവേഴ്സും പോകും, ഇവിടുത്തെ ടാൻ ഇൻവേഴ്സും പോകും. അപ്പോൾ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ അവിടെ, വൈ മൈനസ് എക്സ് ബൈ 1 + വൈ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് വരും. ഇതായിരിക്കും നമ്മളുടെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ഇങ്ങനെ തരുന്ന സാധനത്തെ വൈ ടേംസ് എല്ലാം ഒരുപോലെയും എക്സ് ടേംസ് എല്ലാം ഒരുപോലെ ആക്കുക, പിന്നെ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ റിസൾട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിസൾട്ട് അപ്ലൈ ചെയ്യുക, ഫൈനൽ ആയിട്ട് സൊല്യൂഷനിലേക്ക് എത്തുക. അത്രയേ ഉള്ളൂ നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ ആണോ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണിത്.
കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 2xy ഈക്വൽ ടു 0. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഒന്ന്, റൈറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ദ ഫോം എഫ് ഓഫ് വൈ ഡി വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഡി എക്സ്. അതായത് വേരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ച് ഇതിനെ സെപ്പറേറ്റ് ആക്കി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പാർട്ട്. രണ്ട്, സോൾവ് ദ ഗിവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള സാധനം ഒന്ന് എടുത്ത് എഴുതാം. എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 2xy ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ മൈനസ് 2xy എന്നുള്ള സാധനത്തെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2xy എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു എക്സിനെയും ഈ എക്സിനെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പോൾ ബാക്കി എന്തുണ്ട്? എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2y എന്ന് വന്നു. ഓക്കെ, ഇനി ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഡി എക്സിന് എന്തായാലും നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റണം. അപ്പോൾ ഈ ഡി എക്സിന് ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ അതെന്തായിട്ട് മാറും? എക്സ് ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 2y ഇൻറ്റു ഡി എക്സ് എന്ന് വന്നു. ഈ ഫോർമാറ്റ് പറ്റുമോ? ഇല്ല. എക്സുകളെല്ലാം ഒരുമിച്ചും വൈ ടേംസ് ഒക്കെ ഒരുമിച്ചുമാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിനെ, ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന എക്സിനെ നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന വൈനെ നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇത് മാറും? 1/y ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു, ഈ 2 ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പോൾ 2 ഇൻറ്റു 1/x ഇൻറ്റു ഡി എക്സ് എന്ന് വന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള ഫോമാറ്റ് ആയല്ലോ. എഫ് ഓഫ് വൈ ഡി വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഡി എക്സ്. അതായത് വൈ ടേംസ് ഒക്കെ ഒരു സൈഡിൽ, എക്സ് ടേംസ് ഒക്കെ ഒരു സൈഡിൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറായി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് സൈഡും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വരുന്നത്? ഇൻറ്റഗ്രൽ 1/y dy ഈക്വൽ ടു 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് വെളിയിലിടാം. 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/x dx. ഓക്കെ, 1/yയുടെയും 1/xൻ്റെ ഇൻറ്റഗ്രൽ നമുക്കറിയാം. എന്താണ് 1/y ഇൻറ്റഗ്രൽ? ലോഗ് വൈ, 1/xൻ്റെ ഇൻറ്റഗ്രൽ ലോഗ് എക്സ്. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു, സോറി, അവിടെ നമ്മൾ ഈക്വൽ ഇടാൻ പാടില്ല, ഓൾറെഡി അതിനകത്തൊരു ഈക്വൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ലോഗ് വൈ ഈക്വൽ ടു 2 അവിടെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇതേ ഈ ലോഗിന് മുന്നേ കിടക്കുന്ന നമ്പറുകളെ നമ്മൾ നേരത്തെ പ്രോബ്ലംസ്, ഇൻ്റഗ്രൽസിൻ്റെ ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എക്സിൻ്റെ പവർ ആക്കി എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ലോഗ് വൈ ഇസ് ഈക്വൽ ടു, ഇതിനെ ലോഗ് എക്സ് സ്ക്വയർ എന്നാക്കി എഴുതാം, പ്ലസ് ഈ സി എന്നുള്ളതിനെ എനിക്ക് ലോഗ് സി എന്ന് എഴുതാമല്ലോ. അതൊരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് അതൊരു കോൺസ്റ്റൻറ്റ് ഫോമാറ്റിലോട്ട് മാറ്റി എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് വൈ ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താ? ലോഗ് എ ബി. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എക്സ് സ്ക്വയർ ഇൻറ്റു സി എന്നാക്കി നമുക്കിതിനെ എഴുതാം. ഓക്കെ അല്ലേ? അതായത് ലോഗ് എ പ്ലസ് ലോഗ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് എ ഇൻറ്റു ബി. ആ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതിയത്. ഇപ്പോൾ രണ്ട് സൈഡിലുള്ള ലോഗ് രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സി എന്നായിരിക്കും നമ്മുടെ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്ന് എഴുതി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണിത്. കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ. ഓക്കെ, നേരത്തെ പോലെ തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട്, എക്സ്പ്രസ് ദി ഇക്വേഷൻ ഇൻ ദ ഫോം എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഡി വൈ ആൻഡ് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ? വേരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ വേരിയബിൾ, അതായത് എക്സ് ടേംസ് ഒക്കെ ഒരു സൈഡിലും വൈ ടേംസ് ഒക്കെ മറ്റേ സൈഡിലും ആക്കി എഴുതുക. രണ്ട്, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് ആദ്യം എടുത്ത് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന് എഴുതാം, ഇല്ലേ? അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നിനെ എ റേസ് ടു എം പ്ലസ് എൻ എന്നാക്കി നമുക്ക് എഴുതാം. അതുപോലെ തന്നെ പവറായിട്ടുള്ളതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ ഇതുപോലെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഈ പവർ മൈനസ് ആയിട്ടുള്ള സാധനത്തെ നമുക്ക് നേരെ എടുത്ത് ഡിനോമിനേറ്ററിലേക്ക് ഇടാം. അപ്പോൾ ഇത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു വൈ എന്നാകും, പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഇ റേസ് ടു വൈ എന്നാകും. അതായത് പവറിൽ നെഗറ്റീവ് വന്നാൽ അതിന് നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എഴുതി കഴിഞ്ഞാൽ ആ പവറിൽ നെഗറ്റീവ് അങ്ങ് പോകും. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡിലും ഡിനോമിനേറ്റർ കോമൺ അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് കോമൺ ആക്കി എഴുതാം. അപ്പോൾ എന്താ വരുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം നമുക്ക്? ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഇ റേസ് ടു വൈ എന്ന് അതിനെ എഴുതാം.
രണ്ട് ഡിനോമിനേറ്ററും കോമൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ കോമൺ ആക്കി എഴുതി. ഇനി നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കൊടുത്താൽ മതിയല്ലോ. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിനെ നേരെ ഇപ്പുറത്ത് കൊണ്ടുവരിക, ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന dx നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താകും? e raised to y into dy ഈക്വൽ ടു e raised to x പ്ലസ് എക്സ് സ്ക്വയർ dx. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും വേരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ച് y ടേംസ് ഒരു സൈഡിലാക്കി എക്സ് ടേംസ് ഒരു സൈഡിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ e raised to y dy ഈക്വൽ ടു ഇൻറ്റഗ്രൽ e raised to x പ്ലസ് എക്സ് സ്ക്വയർ dx. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം അല്ലേ? അതായത് രണ്ടിൻ്റെയും ഇൻറ്റഗ്രൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായിരിക്കും? e raised to y ഇൻറ്റഗ്രൽ എന്ത് തന്നെയാണ്? e raised to y തന്നെയാണ്. അപ്പോൾ e raised to y ഈക്വൽ ടു ഇപ്പുറത്തുള്ളതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴേക്കും ഇൻറ്റഗ്രൽ e raised to x dx പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ dx എന്നായിട്ടത് മാറും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻറ്റഗ്രലും കൊണ്ട് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ e raised to y ഈക്വൽ ടു e raised to x ഇൻറ്റഗ്രൽ e raised to x തന്നെയാണ്, പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് 3 പ്രോബ്ലംസ് ആണ് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്